ഓഡിറ്റ് സീരീസ് പാർട്ട് 2. സോ ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചു? എന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഞാൻ എന്താണ് അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത്? രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് റീസണബിൾ അഷുറൻസും, രണ്ട് റിപ്പോർട്ടും. ഇനി ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് എന്റെ സ്കോപ്പ് എന്താണ്, എവിടം വരെയാണ് എന്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് എന്റെ സ്കോപ്പിന്റെ പുറത്തുള്ളത്. അപ്പൊ സ്കോപ്പിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊരു അടിപൊളി എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ പബ്ജി കളിക്കുമ്പോൾ നമ്മൾ കുറെ സ്കോപ്പ് ഉണ്ട്. 2x ഉണ്ട്, 4x ഉണ്ട്, 8x ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് സ്കോപ്പ് ഉണ്ട്. സോ ഈ സ്കോപ്പ് വെച്ചിട്ടാണ് ഞാൻ റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളൊരു സ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നല്ല അടുത്ത് കാണാൻ പറ്റണ്ടേ? സോ ഞാൻ എന്റെ സ്കോപ്പിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി എൻറ്റിറ്റി, എൻറ്റിറ്റിയുടെ എല്ലാ ആസ്പെക്ട്സും ഞാൻ എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ എന്റെ സ്കോപ്പിലൂടെ കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ അത് സഫീഷ്യന്റ് ആയിരിക്കണം. സോ നമ്മുടെ ഓഡിറ്റിൽ എന്താ പറയുന്നത്? റിലയബിൾ ആൻഡ് സഫീഷ്യന്റ് ഇൻഫോർമേഷൻ, സഫീഷ്യന്റ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആയിരിക്കണം. ആൻഡ് അതേപോലെ അവസാനം പറയാണ് എന്ത്? പ്രോപ്പർ ഡിസ്ക്ലോഷർ ആയിരിക്കണം. സ്കോപ്പിലൂടെ കാണുന്നത് നല്ല പ്രോപ്പർ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ വരുന്നത്. സോ ഈ ഒരു പബ്ജിയുടെ ഈ ഒരു സ്കോപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ, ഇവന് നിങ്ങൾ മറന്നുപോയാൽ പോലും ഈ ഒരു എക്സാമ്പിൾ മറക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ സെറ്റ്. അപ്പൊ പാർട്ട് 3ലേക്ക് ഓൺ ദി സ്പോട്ട് നമ്മൾ വരും. അവിടെ നമ്മൾ അബ്സല്യൂട്ട് അഷുറൻസും റീസണബിൾ അഷുറൻസും ഡിഫറൻസും അതേപോലെ എന്റെ സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.